സഅസ്രിഫു അൻ ആയാതി, കണ്ണുകൾക്ക് ബോധിക്കുവാൻ കഴിയുന്ന, ചിന്തകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ തെളിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തെളിവുകളൊന്നും എനിക്ക് ബോധ്യമായില്ല എന്ന വിധം ആ ദൃഷ്ടാന്തങ്ങളെ മുഖം തിരിഞ്ഞു നടക്കുന്നത് ആരെന്ന് ഖുർആൻ പറയുന്നു. അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ മാത്രമാണ് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യനൊരു അഹങ്കാരമാണ്. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ആരും നിയന്ത്രിക്കരുത്, ആം അബവ് ദ ലോ, ഞാൻ നിയമത്തിന് അതീതനാണ് എന്ന മനുഷ്യന്റെ ചിന്തക്കാണ് കിബർ എന്ന് പറയുന്നത്. ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, മാ മനഅക് അൻ തസ്ജുദ്, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തേ ഇബ്ലീസേ നിനക്ക് സാധിക്കാതെ പോയത്? അസ്തക്ബർത്, നീ അഹങ്കരിക്കുകയാണോ ചെയ്തത്? അം കുൻത മിനൽ ആലീൻ, അല്ല നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നിയോ? ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണെന്ന്. കിബർ എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ, ആ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കുക. അം കുൻത മിനൽ ആലീൻ, അതല്ല നീ വലിയ ആളാണോ എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശം തന്ന ആളെ അവമതിക്കുന്ന ആളാണോ? ഇതാണ് ഉലുവ് എന്ന് പറഞ്ഞാൽ. കിബർ എന്ന് പറഞ്ഞാൽ നിർദ്ദേശത്തെ മാനിക്കാതിരിക്കുക. ആലീൻ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം നീ വലിയ ആളായോ എന്ന് ചോദിച്ചാൽ നിർദ്ദേശം തന്ന ആളെ നീ ധിക്കരിക്കുകയാണോ? ഒന്ന് നിർദ്ദേശത്തെ നിഷേധിക്കാം, നിർദ്ദേശിച്ചവനെയും നിഷേധിക്കാം. അതുകൊണ്ട് നീ ചെയ്തത് എന്താണ് എന്ന് അല്ലാഹു ചോദിച്ചു. അല്ലാഹുവിൻ്റെ നിയമം സുജൂദ് ചെയ്യുക എന്ന നിയമം നീ അംഗീകരിക്കാതെ പോയത് അല്ലാഹുവിൻ്റെ നിയമത്തെ നീ ധിക്കരിച്ചതാണോ? അതല്ല പടച്ചോനെക്കാണി വലുത് ഞാനാണ് എന്ന് നിനക്ക് തോന്നിയതാണോ? അള്ളാഹുവിൻ്റെ ചോദ്യം. ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണ്. ഇരിക്കട്ടെ, അള്ളാഹു പറയാണ്, ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ നിയമത്തിന് അതീതനാണ് എന്ന് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കിടയിലൂടെ ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ കൈവരിച്ച പല നേട്ടങ്ങളെയും ശരിവെക്കുന്നതോ അന്വർത്ഥമാക്കുന്നതോ ആയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ പോലും ഈ പറയുന്നത് ശരിയല്ലെന്നും അത് സത്യമല്ലെന്നും അതിലെന്തിരിക്കുന്നു എന്നും കൊഞ്ഞനം കാണിച്ച് ചോദിക്കുന്നു.